നമ്മുടെ ആന്തരിക ആത്മാവിന് പ്രാണവായു കൊടുക്കാൻ വേണ്ടി കടലിൽ അലകളുള്ളതുപോലെ, അലകളിൽ ഓക്സിജൻ ജനിക്കുന്ന പോലെ നമ്മുടെ പ്രശ്നങ്ങൾ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ, അതുപോലെ തന്നെ പ്രത്യാശയുടെ, ദൈവകൃപയുടെ ഓക്സിജൻ, പ്രാണവായു, കൃപ രൂപപ്പെട്ടു വന്നിരിക്കും. ഇത് ഇരട്ടത്തക്കത്തിനാണ് സംഭവിക്കുന്നത്. ഇത് വിവേചിക്കണ കൊണ്ടാണ് മറിയം അങ്ങനെയുള്ള തക്കങ്ങളിലൂടെ പോകുമ്പോൾ അവർ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിനെക്കുറിച്ച് ധ്യാനിക്കും, പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ജീവിതത്തിന്റെ ഇരുട്ട് തക്കങ്ങളിലെ ആത്മാവിന്റെ പ്രാണവായു ഉൽപ്പാദിപ്പിക്കുന്ന അലയൊഴികളുടെയും കാലങ്ങളിലെ കർത്താവേ കൃപയാർജിക്കുന്ന പരിസ്ഥിതിയെ വിവേചിച്ച് മനസ്സിലാക്കി അത് പരിപാലനയുടെ ഭാഗമായി മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയുക. പ്രാർത്ഥനയോടെ, മടുപ്പുകൂടാതെ പ്രാർത്ഥനയോടെ, ഇടതടവില്ലാതെ പ്രാർത്ഥനയോടെ അങ്ങേ അനുഭവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിവേകം ആത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. ക്ലേശകാലത്ത് കൂടാരത്തിൽ എന്നെ പ്രിയനെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എൻ്റെ മക്കളെ, ഇപ്പോഴും നമ്മൾ കർത്താവിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവം, എല്ലാത്തിനും മാനുഷിക പരിഹാരമുണ്ട്, ദൈവിക പരിഹാരമുണ്ട്. അപ്പം നീ വലത്തോട്ടോ ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. ഇപ്പം നമ്മൾ വിചാരിക്കാത്ത ഒരു പുതിയ പരിഹാരം ഒരു വിഷയത്തിന് വരുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വിവേചിക്കണം. ആ ദൈവമാണ് ഇടപെട്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കാത്ത ഒരു പരിഹാരം, നിങ്ങളുടെ ബുദ്ധിയിലില്ലാഞ്ഞ ഒരു പരിഹാരം പെട്ടെന്ന് ഈ വിഷയത്തിലേക്ക് വന്നു ചേരുമ്പോൾ, കാരണം ദൈവത്തിന് നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. അതായത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരെ ചുമ്മാ ഇവർക്ക് കൊണ്ടുവന്ന് വിസ കൊടുക്കണതൊക്കെ കാണാം. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. 12 ലക്ഷം ഏജൻസി 12 ലക്ഷമാണ് പറയുന്നത് വിസ. 12 ലക്ഷം. അവർ പറഞ്ഞ് കഷ്ടിപൊട്ടി ഒരു വലിച്ച് പൊടിപ്പിച്ച് വിറ്റും ചുട്ടുമൊക്കെ ഒരു 8 ലക്ഷം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പോകാതിരിക്കാൻ പറ്റത്തില്ല, അത്രയും കടമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഫ്രീ വിസ. അതാണ് ഈ പിന്നിൽ നിന്നുള്ള സ്വരം എന്ന് പറയണത്. ദൈവിക പരിഹാരത്തിന് ഇവിടെ നോക്കി പറയും. വാട്ട് ഇസ് മൈ പോയിൻറ്റ്? എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഈ ദൈവിക പരിഹാരം ഒരു പരിപാലനയുടെ പരിഹാരം ഉണ്ടാകുന്ന മുമ്പ് നിങ്ങളും ദൈവമായിട്ട് നല്ല റിലേഷൻ ഉണ്ടാക്കിയെടുക്കണം. റിലേഷനാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നിങ്ങൾ ഉണ്ടാക്കണം. അതൊരു പ്രശ്നാധിഷ്ഠിതമായ റിലേഷൻ ആകരുത്. കാരണം ദൈവത്തെ നിങ്ങളെ അറിയാം. നിങ്ങൾ ഈ പ്രശ്നം കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിനെ തിരിഞ്ഞു നോക്കത്തില്ലെന്ന് അറിയാം. അത് റെക്ടിഫൈഡ് ചെയ്യണം. നിങ്ങൾക്ക് ദൈവമായിട്ട് ആ റിലേഷന് വരാൻ പോകുന്ന ഡാമേജുകൾ ആദ്യമേ കയറി റെക്ടിഫൈ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ സ്വഭാവം ഉണ്ടല്ല, പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥനയുള്ളൂ, അല്ലെങ്കിൽ അവർ ടി വിയും കണ്ട മൊബൈലും കണ്ട കോമഡിയും കണ്ട് ഇളിച്ചൊക്കെ അങ്ങനെ ഇരുന്നുള്ളൂ, ഒരു പ്രശ്നമില്ല. ഭക്ഷണം കഴിച്ച് മറിക്കിടന്ന് ഉറങ്ങും. അപ്പം നിങ്ങൾ ദൈവത്തിന് അറിയാം, പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ദൈവത്തിന് മുമ്പിൽ വരത്തുള്ളൂ. ഇനി പ്രശ്നകാലം കഴിയുമ്പോൾ അവൻ പഴയ അവൻ്റെ വഴിയിൽ കഴിക്കും, ചുമ്മാ പിന്നെ പോകുന്നത്. അത് റെക്ടിഫൈ ചെയ്യണം. അപ്പം നേരത്തെ പറയണം, ദൈവമേ പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ വരണമല്ല, എൻ്റെ പ്രശ്നമില്ലാത്തൊരു കാലം വന്നാലും ഞാൻ നിൻ്റെ കൂടെ തന്നെയായിരിക്കും. അതൊരു നിലപാടാണ് ശരിക്കും. ഞാൻ ഈ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വന്നത്, ഞാൻ സമ്മതിച്ചു. പക്ഷേ എനിക്ക് പ്രശ്നമില്ലാത്തൊരു കാലം തന്നാലും ഞാൻ നിൻ്റെ കൂടെ തന്നെയായിരിക്കും. ഇത് പ്രാർത്ഥിച്ചു, ദൈവമേ ഇപ്പോൾ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ ആശ്രയിക്കുന്നത്. പക്ഷേ എനിക്ക് പ്രശ്നമില്ലാത്തൊരു കാലം തന്നാലും ഇതിനേക്കാൾ തീഷ്ണമായി ഞാൻ നിന്റെ വഴികളിലെ സഞ്ചരിച്ചിരിക്കാം. ഇതാണ് ഞാൻ ലൂപ്പുകൾ, ഇത് അടക്കണം. കാര്യം ദൈവത്തിനോട് കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ എല്ലാം അറിയാമല്ലോ, വരാൻ പോകുന്ന എല്ലാം അറിയാവുന്ന കാരണം നേരത്തെ തന്നെ. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഉടമ്പടി താമസിക്കുന്നതിൻ്റെ കാരണം അവർ ഉടമ്പടിയിലല്ല. ഉടമ്പടിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഉടമ്പടി സെറ്റാകത്തില്ല.
അതിൻ്റെ കോമ്പോണൻസ് എല്ലാം കറക്റ്റാകാം. നിങ്ങൾ രോഗികളെ കാണുന്നുണ്ടോ, അതുപോലെ പത്രം കൊടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രത്യക്ഷീകരണം, കോമ്പോണൻസ് എല്ലാം കറക്റ്റാകാം. പക്ഷേ ദൈവം ഈ സാധനം സെറ്റാകത്തില്ല. സെറ്റാകാത്ത കാരണം ഈ ഒരു കാലം കഴിഞ്ഞാൽ നിൻ്റെ വഴിയെ പോകുമെന്ന് ദൈവത്തിന് അറിയാം. അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ദൈവമായിട്ട് ടെമ്പററി റിലേഷൻസ് സാധ്യമല്ല. നിങ്ങൾക്ക് വേറെ ആരുമായിട്ട് വേണമെങ്കിലും ഒരു താൽക്കാലിക റിലേഷൻസ് ഓക്കെയാണ്, പക്ഷെ ദൈവമായിട്ട് ഒരു താൽക്കാലിക റിലേഷൻസ് ഓക്കെയല്ല. കാര്യം ദൈവത്തിൻ്റെ റിലേഷൻസ് എല്ലാം ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ ഉദ്ദേശിക്കേണ്ടത്? യു മസ്റ്റ് ബി ഓൾസോ വിത്ത് മീ അൺ ടു ദി ലാസ്റ്റ്. ക്ലിയർ അല്ലേ? അല്ലേ? അപ്പോൾ ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്, ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. മത്തായി 28:20. മത്തായി 28:20. യുഗാന്തം വരെ, യുഗാന്ത്യം വരെ, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ദൈവത്തിൻ്റെ ഒരു മോഡ് ഓഫ് റിലേഷൻ അതാണ്. എന്താണ്? അന്ത്യം വരെയാണ്. ടെമ്പററി റിലേഷൻസ് ഇല്ല. അപ്പം നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യർ എന്ത് ചെയ്യണം? ദൈവം പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട്. എന്താണ്? ലൈക്ക് വൈസ് ഐ ഓൾസോ പ്രീസപ്പോസ് ദാറ്റ് യു വിൽ ബി വിത്ത് മീ അൺ ടു ദി ലാസ്റ്റ്. അതായത് എന്നെപ്പോലെ നീയും അന്ത്യം വരെ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ ധരിക്കുന്നു. ഇടേ വിഷയം. അതുകൊണ്ട് തന്നെ ദൈവമായ റിലേഷൻസ് ഒരു ശാശ്വത റിലേഷൻസ് ആക്കി മാറ്റാൻ നോക്കണം. കാര്യം ഈ സാന്നിധ്യം ശാശ്വതമായിട്ടാണ് പോണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സാന്നിധ്യം സന്തോഷവും തമ്മിൽ ബന്ധമുണ്ട്. സങ്കീർത്തനം 16:8-11 വരെ. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ക്ലിയർ പറഞ്ഞേ. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ഉണ്ട്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലതു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ഇന്ന് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ സങ്കീർത്തനം വായിക്കൊക്കെ മനസ്സിലാകണത് ഈ സന്തോഷം ദൈവം നൽകുന്നത് ശാശ്വതമായ സന്തോഷത്തെയാണ് ദൈവം ഉന്നം വെക്കണത്, ടെമ്പററി അല്ല. ഇപ്പോൾ ഒരു ബിയർ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന കിക്കും അത് കഴിഞ്ഞ് ആ കിക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ല ബോധ്യം ബോധം വരുമ്പോൾ കൂളായിട്ടിരിക്കണില്ലേ? ചില ആൾക്കാർ പിന്നെയും പോയി അടിക്കും. അങ്ങനെ ഉള്ള കൊച്ചു സന്തോഷം, കൊച്ചു കിക്കല്ല സംഭവം. ദൈവവുമായിട്ടുള്ള റിലേഷൻസ് ശാശ്വതമാണ്. അത് എവിടെ നിന്നാണ് വരുന്നത്? സാന്നിധ്യത്തിൽ നിന്നാണ് വരുന്നത്. ശാശ്വതമായ സാന്നിധ്യത്തിൻ്റെ സമ്പൂർണ്ണ ബലമെന്ന് പറയണത് ആ സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സന്തോഷത്തിൻ്റെ അവിടെ അങ്ങനെ ഒരു ബൈബിൾ അങ്ങനെ വചനമുണ്ട് അല്ലേ? 16:11 എന്താ പറയണത്? അതായത് അങ്ങയുടെ തിരുസന്നിധി സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്. സന്തോഷത്തിൻ്റെ പൂർണ്ണത എങ്ങനെയാണ്? നീ എൻ്റെ വലതുവശത്തുണ്ട്, നീ എൻ്റെ കൺമുമ്പിലുണ്ട്. എന്താണ്? സാന്നിധ്യമാണ് സന്തോഷത്തിൻ്റെ പൂർണ്ണത. ഒന്ന് പറഞ്ഞേ. സാന്നിധ്യമാണ് സന്തോഷത്തിന്റെ പൂർണ്ണത. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയുടെ പ്രാർത്ഥനയാണ്. എന്താ കാര്യം? അതൊരു നെറ്റിഫെറ്റ് സാന്നിധ്യമാണ്. നിങ്ങൾ പറയുന്ന IELTS പാസ്സായി, ജർമ്മനിയിൽ പോയി, വസ്തു വിറ്റു, വഴി കിട്ടി എന്നൊക്കെ പറഞ്ഞത് തന്നെയില്ല. അങ്ങനെ കൊച്ചു പരിപാടികളൊന്നുമില്ല. അതൊക്കെ വലിയ പരിപാടി, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പരിപാടി തന്നെയായിരിക്കും. പക്ഷേ ദൈവം ഉദ്ദേശിക്കുമ്പോഴേ അതിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും ഇപ്പം നിങ്ങൾക്ക് എന്തുമാത്രം ദൈവാനുഗ്രഹങ്ങൾ കിട്ടിയിരിക്കുന്നത്. അന്നൊക്കെ നിങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു.
ഇപ്പം ഏതാണ് ദൈവാനുഗ്രഹം കിട്ടിയത്, എന്തിനാണ് സന്തോഷം ഉണ്ടായത് പോലും ഇപ്പോൾ ഓർക്കണില്ല, സന്തോഷം പോലും മറന്നുപോയി. ശാശ്വതമായ സന്തോഷം സാന്നിധ്യത്തിൽ നിന്നുണ്ടാകുന്നതാണ്, ശാശ്വതമായ. അതുകൊണ്ട് ഉടമ്പടിയിലൂടെയാണ് ദൈവം ശാശ്വതമായ സന്തോഷം സാന്നിധ്യം വാഗ്ദാനം ചെയ്യണത്. ഇപ്പോൾ ഉടമ്പടി നിങ്ങൾ വസ്തു വിൽക്കണമെന്നും പറഞ്ഞാൽ IELTS പാസ്സാകണമെന്ന് പറഞ്ഞാൽ എഴുതുന്നത്, പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്നത് സാന്നിധ്യമാണ്. അപ്പോൾ നിങ്ങൾ സാന്നിധ്യത്തിന് വേണ്ടിയാണ് പ്രൈമറി ആയിട്ട് നിങ്ങൾ ദൈവദിവസം വെക്കുന്നുണ്ടെങ്കിൽ ദൈവം പറയും, ഇപ്പോഴും നീ യു ഗോട്ട് ദ പോയിന്റ്, ഇപ്പം നിങ്ങൾ കറക്റ്റ് കാര്യങ്ങൾ ചെയ്തെന്ന് പറയും. എന്താ കാര്യം? സാന്നിധ്യമാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മറ്റ് കല്യാണം നടക്കുക, കുഞ്ഞുങ്ങളുണ്ടാവുക, പഠനത്തിൽ ജയിക്കുക എന്നുള്ളതെല്ലാം ടെമ്പററി സംഭവമാണ്. ദൈവം അതിനേക്കാൾ വലുതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? സാന്നിധ്യമാണ്. അപ്പോൾ ഈ സാന്നിധ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ക്രേവ് ചെയ്യേണ്ടത്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഉടമ്പടി വഴി അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും വലിയ വാഗ്ദാനമായ അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞാൻ കൊതിക്കുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിൽ ശാശ്വതമായി അനുഭവിച്ചുകൊണ്ട് സമ്പൂർണ്ണ സന്തോഷം അനുഭവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനം 2:28 എടുത്തേ. അപ്പോസ്തല പ്രവർത്തനം 2:28. ജീവന്റെ വഴികൾ, പറഞ്ഞ ജീവന്റെ വഴികൾ, അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തന്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. ഇപ്പൊ സാന്നിധ്യമാണ് സന്തോഷം. ഉടമ്പടി നമ്മൾ വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സാന്നിധ്യമാണ്. കാര്യം കഴിഞ്ഞ ദിവസം ആൻ്റണി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സാക്ഷ്യം പറഞ്ഞു. തെക്കടിശ്ശേരിക്കാരനാണ്, എൻ്റെ ഇടവക്കാരനല്ല. ഞാൻ അവിടെ 2 ഇടവക ഉണ്ട്, ലാറ്റിനും ഉണ്ട്, സിറിയൻ കാത്തലിക്കുമാണ്. ഇപ്പോൾ സിറിയൻ കാത്തലിക്കിലുള്ള വലിയപ്പൊരു സാക്ഷ്യം പറഞ്ഞു ഇവിടെ തൈക്കാട്ടിശ്ശേരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പാപ്പൻ ഒരു വലിയപ്പനാണ്. പിന്നെ ഹൃദയാഘാതമാണ്, 5 ബ്ലോക്കുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ എന്തോ കഴിഞ്ഞു, പക്ഷേ എന്നിട്ടും നെഞ്ചുവേദനക്ക് മാറ്റമില്ല. വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ 5 ബ്ലോക്ക് വേറെ ഉണ്ട്. പുള്ളി പെട്ടുപോയി. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് 5 അടി കൂടി നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവൾ ഇരിപ്പുകാരനായിപ്പോയി, വേദനയും കൊണ്ട് ഇരിപ്പുകയാണ്. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ മുമ്പിൽ ഒരു സ്വരം, ആൻ്റണി എഴുന്നേറ്റ് റോഡിലേക്ക് വരാൻ പറഞ്ഞു. ഉടനെ ആരാണെന്നറിയാൻ പറ്റില്ല, ആരുമില്ല, സ്വരമാണ് ഉള്ളിൽ നിന്ന് കേൾക്കണത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ്, എനിക്ക് നടക്കാൻ പറ്റത്തില്ല, ഡോക്ടർ പറഞ്ഞിട്ട് നടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ ആൻ്റണി എഴുന്നേക്കുക എന്ന് പറഞ്ഞു. ഉടനെ പുള്ളി കട്ടിലിരുന്ന് എഴുന്നേറ്റ് റോഡേ വന്നു. അപ്പോൾ ഒരു 30 മീറ്ററായി. റോഡേ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കാര്യം വേദന ബ്ലോക്കുള്ള ആളാണ്. പിന്നീട് ആൻ്റണി പടിഞ്ഞോട്ട് നടക്കാൻ പറഞ്ഞു. പിന്നെ റോഡേ കൂടി പുള്ളി പടിഞ്ഞോട്ട് നിങ്ങൾക്കറിയാം, ഞാൻ അവിടെ ഇരുന്ന പാലമാണ്, വലിയ പാലമാണ്, പാലത്തിൽ കയറണം. അപ്പോൾ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളവർക്ക് പാലത്തിൽ കയറാൻ പാടല്ലേ. ആൻ്റണിനെ പാലത്തേക്ക് ഇറക്കിയിട്ട് ആൻ്റണി നടക്കാൻ പറഞ്ഞു. ഇതെല്ലാം ഇങ്ങനെ സ്വരം കേൾക്കും, നടക്കൂ, പേര് വിളിച്ചാൽ പറയണത്, ആൻ്റണി നടക്കൂ. ആൻ്റണി നടന്ന് തുറവൂർ കവലയെത്തി. അപ്പോൾ എത്രയായി? 5 കിലോമീറ്ററായി. വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ, 5 അടി പോരാൻ പറ്റാത്ത ആളെ പേര് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് 5 കിലോമീറ്റർ നടത്തി തിരിച്ചു കൊണ്ടുവന്നാക്കി. ഇത് ഉടമ്പടിക്കേ പറ്റത്തുള്ളൂ. കാര്യം എന്താണ്? ഈ ഉടമ്പടി മാത്രമേ പാക്കേജ് ഉള്ളൂ. എന്താണ്? ഞാൻ നിൻ്റെ കൂടെ, ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ, അല്ലേ? നമ്മൾ ജോഷുവ 1:9 വായിക്കണില്ലേ? വായിച്ച്. ജോഷുവ 1:9. നിന്റെ ദൈവമായ കർത്താവ്, പറഞ്ഞ നിന്റെ ദൈവമായ കർത്താവ്, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. കൈയടിച്ച് കർത്താവ് ശ്രദ്ധിക്കട്ടെ. ഇതുപോലൊരു വചനമാണ് മോസസിനോട് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ഉടമ്പടിയുടെ ആണി വചനങ്ങളാണ്. 33:14 പുറപ്പാട് പുസ്തകം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
യേശുവേ നന്ദി. ഹല്ലേലൂയ. പുറപ്പാട് 33:14. ആ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ആശ്വാസം മാത്രമല്ലേ, ധൈര്യം നൽകും എല്ലാ തരത്തിലും സന്ധിക്കും. അതായത് എൻ്റെ മക്കൾ എന്തിനാണ് ഞാൻ ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും ആൾക്കാർ ഉടമ്പടിയുടെ യഥാർത്ഥ കേന്ദ്രത്തിൽ ചെന്നിട്ടില്ല. ഇന്ത്യ വരെ ആഗ്ര വരെ ചെന്നിട്ട് താജ്മഹൽ കണ്ട് പോകുന്ന പോലെയാണ് പല ആൾക്കാരും ചെയ്യേണ്ടത്. അപ്പുറത്ത് ഡൽഹി ഉണ്ടല്ലോ, തലസ്ഥാനത്ത് പോയിട്ടില്ല ആൾക്കാർ എന്ന് പറഞ്ഞ പോലെയാണ് സംഭവം. ഉടമ്പടിയുടെ കേന്ദ്രമെന്ന് പറയുന്നത് സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൊതി എന്താണെന്നറിയാമെന്ന്, നമ്മുടെ കൂടെ സഞ്ചരിക്കുക, ജീവിക്കുക, സാന്നിധ്യം നൽകുകയാണ് ചെയ്യണത്. ബാക്കിയെല്ലാം അതാണ് ലക്ഷ്യം ദൈവത്തിൻ്റെ. നിൻ്റെ പ്രശ്നങ്ങളെല്ലാം ദൈവത്തിൻ്റെ മാർഗമാണ്. ദൈവത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നിൻ്റെ കൂടെ എൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം നീ അതിന് പ്രാധാന്യം കൊടുത്തന്നെ ഉടമ്പടിയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കർത്താവേ നീ എന്നെ വിട്ടു പിരിഞ്ഞു പോകരുത്, എൻ്റെ കൂടെ ഉണ്ടാകണം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ധ്യാനിപ്പിച്ചപ്പോഴേ അപ്പോസ്തലന്മാർ സന്ധ്യ ആയപ്പോൾ കർത്താവിനെ പറഞ്ഞു, എമ്മാവൂസ് ശിഷ്യന്മാരില്ലേ, പണപോക്ക് സന്ധ്യയായി. അപ്പോൾ യേശു മുന്നോട്ട് നടക്കുന്നതായിട്ട് ഭാവിച്ചു എന്നാണ് പറയണത്. അപ്പോൾ അപ്പോസ്തലൻ പറഞ്ഞു, സന്ധ്യയായി, നീ ഞങ്ങളോടൊത്ത് വസിച്ചാലും. തിരിച്ച് വിളിച്ചില്ലെങ്കിൽ ആ ഒരു പോക്കും പോകും. അതാണ് വിഷയം. സാന്നിധ്യം വിളിച്ച് ചേർക്കേണ്ടതാണ്, അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതല്ല. അതിൽ നിന്ന് വ്യക്തമാണ്. ആ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ, ലൂക്ക 24:29. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോട് കൂടെ താമസിക്കുവാൻ കയറി. നമുക്കൊക്കെ വരുന്നൊരു പ്രശ്നമുണ്ടല്ലോ, നേരെ എപ്പോൾ വേണമെങ്കിലും വൈകാം. 5 മണി വരെ 6 മണി വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. രാവിലെ അതിന് നേരം വൈകും. നമുക്ക് രാവിലെ അതിന് എഴുന്നേൽക്കുമ്പോൾ തന്നെ കുഞ്ഞിന് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ആ കുഞ്ഞിന് ജന്നി പിടിച്ചിട്ട് അവൻ തളർന്നു പോയി രാവിലെ. അപ്പം തന്നെ നേരം വൈകി. അപ്പം തന്നെ അമ്മയുടെ സന്തോഷത്തിൻ്റെ അസ്തമയമായി. നേരം വൈകില്ലേ. അവളാണെങ്കിൽ കൊന്നെന്ന് പറഞ്ഞാൽ കൃപാസനത്തിൽ പോകത്തില്ല. എന്താ പോകാത്തത്? അനിയത്തിയുമായിട്ട് ഇടിയാണ്. അനിയത്തി പറയും, നീ കൃപാസനത്തിൽ പോ. പിന്നെ മാതാവിന് കാശ് കൊടുത്തിട്ടാണ് മാതാവിനെ ധ്യാനിക്കണത്. മാതാവ് ഞങ്ങളുടെ നാട്ടിലുണ്ട്. അത് നീ ആ കൃപാസനത്തിൻ്റെ കാര്യം നിങ്ങളുടെ പറഞ്ഞു പറയേണ്ട കാര്യം. കാര്യം ഈ പത്രവും ചിലരൊക്കെ സ്ഥലമൊക്കെ പത്രമൊക്കെ വാങ്ങിക്കണ്ടേ. നമ്മൾ സ്വസ്ഥക്കാഴ്ച പോലും എടുക്കണില്ല. പിന്നെ പത്രം നമ്മൾ പുറത്തടിക്കണ കാരണം അതിൻ്റെ പൈസ വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ ഇനിയും അടിക്കണമല്ല. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, അല്ലാതെ ഒരു സാധനവും സംഭാവനയോ സ്വസ്ഥക്കാഴ്ച ഒരു സാധനം നിങ്ങൾക്കത് വായിക്കണില്ലല്ലോ. ഇവിടെ ആരും വേണ്ടി നിൽക്കണ വില എഴുതി വെച്ചിട്ട് കുർബാന പണം എഴുതി വെച്ചിട്ടില്ല. ഇവിടെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 30 ലക്ഷം രൂപ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാം ഒരു മാസം. അത്രയും വരുമാനം മേടിക്കും. അത് വാങ്ങിക്കണില്ല. അത് എന്താ വാങ്ങിക്കാത്തതിൻ്റെ കാരണം വെച്ചാൽ, ഇപ്പോൾ കാസായില്ലേ, കാസ അത് സ്വർണ്ണമാണെന്ന് വിചാരിച്ചോ, ആരെങ്കിലും വിൽക്കുമോ? അത് കൊടുത്താൽ കാശ് കിട്ടും വിചാരിച്ചിട്ട് വിൽക്കത്തില്ല. അത് കർത്താവിൻ്റെ തിരുരക്തം കുദാശ ചെയ്യണതാണ്. അതിന് വിലയിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ വരെ എടുത്ത തീരുമാനം, ഇപ്പം നാളെ മാറിയിട്ട് ചിലപ്പോൾ എന്ന് പറയാം, അച്ഛാ ഇവർ ഇത് തന്നെ അവർക്ക് റീഫണ്ട് ചെയ്യച്ചാ. ചില വന്നതിനോട് വന്ന് ഉപദേശിക്കും, മീഡിയ മാൻ വന്ന് ഉപദേശിക്കും, നിങ്ങളുടെ യൂട്യൂബിൻ്റെ വരുമാനം കൂട്ടാൻ വേണ്ടി അവർ തരുന്ന പൈസ നിങ്ങൾ കാശ് വാങ്ങിക്കണ്ട, മറിച്ച് അത് അവർക്ക് റീഫണ്ട് ചെയ്യും. എന്നിട്ടത് യൂട്യൂബിൻ്റെ പ്രൊമോഷന് വേണ്ടി എടുക്കുക. അങ്ങനെയൊക്കെ വല്ല ചിന്ത ഇപ്പോൾ ഉണ്ട്. കാര്യം നമ്മൾ പൈസ 5 പൈസ വാങ്ങിക്കത്തില്ല, തിരിച്ച് കമ്പനിക്ക് തന്നെ അവർ പൈസ തരണ്ട. അതിന് ആ പൈസക്ക് അവർ നമ്മുടെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഇപ്പോൾ മീഡിയ ഉപദേശകർ ഇവിടെ വരുന്നുണ്ട്. ഞങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കണത്. പക്ഷേ പ്രാർത്ഥിച്ച് മെസ്സേജ് എടുത്താൽ മാത്രമേ നടപ്പിൽ വരത്തുള്ളൂ. പക്ഷേ അതിൻ്റെ 5 പൈസ നമ്മൾ ഈ സ്ഥാപനം മേടിക്കത്തില്ല ഒരിക്കലും. കാര്യം അത് കർത്താവിന്. അപ്പോൾ അങ്ങോട്ട് തന്നെ എടുക്കുകയാണ്. നമ്മുടെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്ത് പോകണമെങ്കിൽ ലക്ഷങ്ങളിലേക്ക് പെട്ടെന്ന് കർത്താവിൻ്റെ വചനം എത്തും. അപ്പോൾ നമ്മളതിനു വേണ്ടിയാണ് ഈ കട്ടപ്പാട് മുഴുവൻ. നിങ്ങളെ കൊണ്ടൊക്കെ ഓരോ സ്ഥലത്തും പത്രമൊക്കെ കൊടുപ്പിക്കേണ്ട ഉദ്ദേശം എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയണം, അറിഞ്ഞവർ ആഴപ്പെടണം. അതിന് മനസ്സുള്ള ആൾക്കാരെ സന്തോഷത്തോടെ ചെയ്യും, ദൈവം അവിടെ കൂടെ സഞ്ചരിക്കുകയും ചെയ്യും. അത് കൃത്യമായ അനുഭവങ്ങളല്ല നമുക്കുള്ളത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് നമ്മുടെ കൂടെ സാന്നിധ്യം നൽകണമെന്നുള്ളതാണ്. പിന്നെ ദൈവത്തിൻ്റെ 2 മനസ്സിലിരിപ്പുണ്ട്. ഹിഡൻ അജണ്ട എന്ന് നമ്മളൊക്കെ നാട്ടുകാർ പറഞ്ഞ പോലെ 2 ഹിഡൻ രഹസ്യമായ ഗൂഢ മനസ്ഥിതിയുണ്ട്. ഒന്ന്,
നമ്മുടെ കൂടെ നിത്യമായിട്ട് ദൈവം സാന്നിധ്യമായിട്ട് ചെയ്ത് ജീവിക്കണം. അതിനാണ് ഉടമ്പടി ദൈവം വെച്ചിരിക്കുന്നത്. രണ്ടാമത് വെച്ചിരിക്കുന്നത് നമ്മൾ നിർബന്ധിക്കണം. അതാണ് വിഷയം. അല്ല വെറുതെ ദൈവം വന്ന് നമ്മുടെ കൂടെ താമസിക്കത്തില്ല. ഈ നിർബന്ധമാണ് പലപ്പോഴും നമ്മളെ പലതരത്തിൽ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ മാറ്റണത്. ഒരു നിർബന്ധമാണ്. കർത്താവെ, ഞാൻ 100 പേരെ അങ്ങയെ അറിയിക്കും, അങ്ങ് എന്നെ വിട്ട് പിരിഞ്ഞു പോകരുത്. കർത്താവ്, ഞാൻ രോഗികൾക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും, അങ്ങ് എന്നെ വിട്ട് പിരിഞ്ഞു പോകരുത്. കർത്താവ്, ഞാൻ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി രോഗികളെ കാണും, കർത്താവ് നീ എന്നെ വിട്ട് പിരിഞ്ഞു പോകരുത്. അപ്പം നമ്മുടെ ഓരോ പ്രേക്ഷിത പ്രവർത്തനം പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ്? കർത്താവ് നീ എൻ്റെ കൂടെ വസിക്കണമേ. എല്ലാ പ്രേക്ഷിത പ്രവർത്തനവും നീ നിൻ്റെ പരീക്ഷ, വീട്, വസ്തു അതൊക്കെ കർത്താവ് നോക്കിക്കൊള്ളും. നീ പ്രാധാന്യം കൊടുക്കണം എന്താണ്? കർത്താവെ ഞങ്ങളോടൊത്ത് വസിക്കുക. കാര്യം എന്താണ്? നേരം വൈകുന്നു, സൂര്യൻ അസ്തമിക്കാറായി. ഓരോ നിമിഷവും അസ്തമയം വരുമ്പോൾ കർത്താവിനെ വിളിക്കാൻ കാലമായെന്ന് ചിന്തിച്ചിട്ട് അത് വെറുതെ വിളിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മൾ പ്രവർത്തിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ കർത്താവിനെ നിർബന്ധിക്കുകയാണ്. എന്തിനാണ്? നമ്മുടെ കൂടെ വസിക്കാൻ. കാര്യം ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? സാന്നിധ്യം. പ്രാർത്ഥിക്കുക, കർത്താവേ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ദൈവിക ലക്ഷ്യമായ ദൈവ സാന്നിധ്യത്തിലെ ജീവിക്കാൻ വേണ്ടി എന്റെ പ്രാർത്ഥനാ ജീവിതത്തെ, പ്രേക്ഷിത പ്രവർത്തനങ്ങളെ, ഉടമ്പടി ജീവിത രീതി അങ്ങ് പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്നിൽ വസിക്കണമേ. എന്റെ സഹസഞ്ചാരിയായി കൂടെ നടക്കണമേ. നിത്യത വരെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ. കൂടെ വസിക്കണമേ നാഥാ, കൂടെ വസിക്കണമേ. ഒരുമിച്ച് പാടുക എല്ലാവരും. നാഥാ കൂടെ വസിക്കണമേ. എല്ലാവരും എഴുന്നേൽക്കുക. ഓരോ രോഗങ്ങളും പീഡകളും എല്ലാം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ മക്കൾ ഇതുപോലെ പാട്ട് പാടണം. പ്രാർത്ഥന പാട്ടായിട്ട് നാഥാ കൂടെ വസിക്കണമേ. നാഥാ സമയം വൈകുന്നു, നാഥാ സൂര്യൻ മായുന്നു, നാഥാ സമയം വൈകുന്നു, നാഥാ സൂര്യൻ മായുന്നു, നാഥാ കൂടെ വസിക്കണമേ. ഒരുമിച്ച് പാടുക. നാഥാ കൂടെ വസിക്കണമേ. നാഥാ നേരമിരുളുന്നു. നാഥാ കൂടെ വസിക്കണമേ. സൂര്യൻ മായുന്നു, സൂര്യൻ മായുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൂടെ വസിക്കണമേ. സൂര്യൻ മായുന്നു. കൂടെ വസിക്കണമേ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, മക്കളെ ശ്രദ്ധിച്ചോണ്ടിരിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ, സ്വർഗീയ അപ്പാ, അങ്ങനെ തിരുമുറുവാർന്ന വലതുകരം, അങ്ങനെ തിരുക്കുമാരന്റെ തിരുമുറുവാർന്ന വലതുകരം ഇപ്പോൾ ജനത്തിന് വേണ്ടി നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ അങ്ങ് പുത്രനായ യേശുക്രിസ്തു നാമത്തിലെ അപ്പോസ്തലന്മാരെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ രോഗികളായിട്ടുള്ളവരെ സ്പർശിക്കണമേ, അലജ രോഗികളെ സ്പർശിക്കണം. അപ്പൊ എത്രയോ മരുന്ന് കഴിച്ചിട്ടും ഒരു പരിഹാരമില്ലാതെ, ഡോക്ടറിനെ പോലും ഇനി എന്താണ് ചികിത്സ എന്നറിയാതെ, ഇനി ആശുപത്രിയിലോട്ട് വരണ്ട, ഇനി എന്താണ് മരുന്നെന്ന് അറിയാൻ പാടില്ലാതെ ഡോക്ടർ പോലും ഞങ്ങളുടെ മുഖത്ത് നോക്കി ഉത്കണ്ഠപ്പെടുന്ന സമയങ്ങളിൽ ഞങ്ങളുടെ നേരം വൈകുന്നു. അപ്പ നാടാ, ഈ നിമിഷം സൗഖ്യമായി, ഈ നിമിഷം കരുത്തായി ഞങ്ങളുടെ കൂടെ വസിക്കണമേ. കൂടെ വസിക്കണമേ.
സ്പർശിക്കണമേ. നേരം വൈകുന്നു, നാഥാ കൂടെ വസിക്കണമേ. അതാ സൂര്യൻ മായുന്നു, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പക്ഷാപരത്തോടെ സ്പർശിക്കണമേ എന്ന് വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി ഓരോ രോഗികളുടെ ഓരോ കോശങ്ങളില്, ഓരോ പേശികളില്, ഓരോ ഞരമ്പുകളില്, ഹൃദയത്തിലും ആന്തരിക അവയവങ്ങളിലും കർത്താവേ ഓരോ അവയവങ്ങളും കർത്താവേ നിന്റെ തിരുരക്തത്താൽ ശ്രദ്ധിക്കണമേ. അസ്ഥികള്, കോശങ്ങള്, അസ്ഥിക്കുഴകള്, കരള്, കശേരിക്കള്, പൈസക്കോടുകള്, തലച്ചോറുകള് കർത്താവേ, മാനസിക രോഗങ്ങള്, തീരാവേദനകള്, സിസ്റ്റ് രോഗങ്ങള്, പിസിഒഡി രോഗങ്ങള് കർത്താവേ, ആൽസർ രോഗങ്ങള്, അൾസർ രോഗങ്ങള്, മക്കളില്ലാത്ത അവസ്ഥകള് കർത്താവേ, എല്ലാ അലർജി രോഗങ്ങളും കർത്താവേ നീ സ്പർശിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുക്കിടം ചൂടിയവനെ, ഓ ആരാധ്യനെ, ഓ ആരാധ്യനെ കർത്താവേ, നിന്റെ തിരുരക്തം മഴ പോലെ പെയ്യട്ടെ കർത്താവേ, തിരുരക്തം മഴ പോലെ പെയ്യട്ടെ. എല്ലാ കോശങ്ങളിലും കർത്താവിന്റെ രക്തം തലം കെട്ട് നിൽക്കട്ടെ. എല്ലാ കോശികളും വസ്തുക്കളിലും കണ്ണ് കാണാത്തവര്, ചെവി കേൾക്കാത്തവര്, തൊണ്ടയുടെ തൈകളുള്ളവര് കർത്താവേ സ്പർശിക്കണമേ, ഹൃദയത്തെ സ്പർശിക്കണമേ. വലിയ രോഗികളെ, ശ്വാസം കൊണ്ടുള്ളവർ കർത്താവേ, പണ്ട് രോഗികള്, അർജ രോഗികള്, ത്വക്ക് രോഗികളെല്ലാം പക്ഷാപരത്തോടെ കുമാരന്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പൈശാചിക പീഡകള്, കുടുംബത്തിന്റെ ദോഷങ്ങള്, ജോലിയില്ലാത്ത അവസ്ഥകള്, വിവാഹ അവസ്ഥകള്, മക്കളില്ലാത്ത അവസ്ഥകള്, സാമ്പത്തിക തകർച്ചകള്, കടഭാരങ്ങളുള്ളവര്, കുടുംബത്തിൽ സമാധാനമില്ലാത്തവര്, എങ്ങനെ ഉണരണമെന്ന് ആഗ്രഹിക്കാത്തവര്, അങ്ങനെ ഉണർച്ച വന്നില്ലെങ്കിൽ നന്നായിരുന്നു ചിന്തിക്കുന്നവര്, ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന, മനസ്സിടിഞ്ഞു പോയ മക്കള്, മനസ്സിടിക്കുന്നത് മറന്നുപോയ മക്കളുടെ മേൽ കർത്താവേ, ജീവിതം എന്തിനു വേണ്ടിയാണെന്ന്, എന്തിനു വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞാൽ നിരാശയെ നിവദിക്കുന്ന മക്കളുടെ മേൽ കർത്താവിന്റെ ചൈതന്യം ആവശ്യിക്കട്ടെ. അമ്മേ, പുരുഷന്റെ ചുവട്ടിലമ്മേ, യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്തിൽ ചവിട്ടി നിൽക്കുന്ന അമ്മേ, അമ്മയുടെ ധൈര്യത്താൽ മക്കളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ ശക്തി ഉതട്ടെ, യേശുവിന്റെ കൃപ ചൊരിയട്ടെ, യേശുവിന്റെ സ്നേഹത്താൽ മക്കളെ സ്നാനം ചെയ്യപ്പെടട്ടെ.